വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ചിക്കൻ ഫ്രൈ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആണെങ്കിൽ നമ്മുടെ ചാനൽ പുതിയതായി കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് പയ്യോളി ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമേ നമുക്കൊരു 3-4 വറ്റൽമുളക് ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം. വറ്റൽമുളക് നന്നായിട്ട് കുതിർന്ന് വരുന്ന കഴിയുമ്പോൾ നമുക്കിനി ഇതൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 അല്ലി വെളുത്തുള്ളിയും അതുപോലെ ചെറിയ 2 കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു 10 കൊച്ചുള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഈ മിക്സഡ് ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇതൊരു ഫൈൻ പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പിവിടെ തയ്യാറായിട്ടുണ്ട്. നന്നായിട്ട് ഫൈൻ പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കിനി ഞാനിപ്പോൾ ഒരു 10 പീസ് ലെഗ് പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിന് ജസ്റ്റ് ഞാൻ ചെറുതായിട്ടൊന്ന് വഴഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തിട്ട് നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല, അതുകൊണ്ട് ഒരു പിഞ്ച് നമ്മുടെ പെരുംജീരകത്തിൻ്റെ പൊടി, അതുപോലെ 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും അതുപോലെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് ഞാൻ ഒരു കാര്യം ഓർത്ത് ഇതിനകത്തൊരു മെയിൻ സാധനം ഞാൻ ചേർക്കാൻ മറന്നുപോയി, ഉപ്പിടാൻ മറന്നുപോയി. അപ്പം നമുക്ക് ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അടുത്തിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ റെസ്റ്റ് ചെയ്യുന്നത് എത്രത്തോളം നമ്മളിപ്പോൾ ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലതാണ്. കാരണം അത്രയും ഒന്നും കൂടി മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കുക. അപ്പോൾ അതുകൊണ്ട് അവരുടെ സൗകര്യാനുസരണം കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിലേ മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കുകയുള്ളൂ. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള ചിക്കൻ പീസസും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മൊരിഞ്ഞ് നല്ല ചിക്കൻ ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത്രയല്ല, ഇനി കുറച്ച് പരിപാടി കൂടെ നമുക്ക് ബാക്കിയുണ്ട്. നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ മസാലയുടെ ബാക്കിയാണ് കേട്ടോ ഇത്. അതിലേക്ക് നമുക്കിനി 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങയും മസാലയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയതെല്ലാം മസാലയ്ക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് ഇട്ട് ഈ തേങ്ങ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ മുകളിലേക്ക് നമുക്കിങ്ങനെ ഒന്ന് വിതറി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3-4 പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സ്വാദിഷ്ടമാണ് നമ്മുടെ പയ്യോളി ചിക്കൻ ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എന്തായാലും ഇത് എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.